നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് നിങ്ങളൊന്നും അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം യാതൊരു വിശ്രമവും കൂടാതെയാണ് ഇന്ത്യക്കാർക്ക് പണി കൊടുക്കുന്നത്. യാതൊരു വിശ്രമവും കൂടാതെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇന്ത്യയിലെ അതീവ വിശ്വസ്തരായ ഗോദി മീഡിയകൾ എല്ലാം പല പ്രാവശ്യമായി പറഞ്ഞിട്ടുള്ളതാണ് മോദി ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നിർത്താതെ പണിയെടുക്കുന്ന ആളാണെന്ന്. മോദിയുമായി ഇന്റർവ്യൂ നടത്തുന്ന ഗോദി മീഡിയകൾ ചോദിക്കുന്ന കടുത്ത ചോദ്യങ്ങൾ: എങ്ങനെയാണ് 24 മണിക്കൂറും ഉറക്കവും വിശ്രമവും ഇല്ലാതെ പണിയെടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് മാങ്ങ കഴിക്കുന്നത്? അത് പൂളിയാണോ കഴിക്കുന്നത്, അതോ മുഴുവനോടെ കടിച്ചു തിന്നുകയാണോ തുടങ്ങിയവയാണ്. മോദി 24 മണിക്കൂറും പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമുക്കറിയാത്ത മോദിയെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം അമിത്ഷാ പുറത്തുവിട്ടിരിക്കുകയാണ്. വിശ്രമവും ഉറക്കവും ഇല്ല എന്ന് മാത്രമല്ല, മോദി കക്കൂസി പോലും പോകാറില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ തമാശ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ കളിയാക്കി പറയുന്നതായിരിക്കും എന്ന്. അല്ല സുഹൃത്തുക്കളെ, അല്ല. ഈ കാര്യം നേരിട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ഇത് മുഴുവൻ കണ്ടാൽ അല്പം പോലും നഷ്ടമാവില്ല. ചിരിച്ചിരിച്ച് പണ്ടാരമടങ്ങിപ്പോകുമെന്ന് ഉറപ്പു തരികയാണ്. മോദിയെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾ മോദി കഴിഞ്ഞാൽ പിന്നെ അമിത്ഷാ ആണെന്ന് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. രണ്ടുപേരും കൂടി ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഒരുമിച്ചുള്ള ഈ യാത്ര. അങ്ങനെയുള്ള അമിത്ഷാ മോദിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് എന്ന് 100% വിശ്വസിക്കണം. വിശ്രമവും ഉറക്കവുമില്ലാതെ മാത്രമല്ല 24 മണിക്കൂറും മോദി ഇന്ത്യക്കാർക്ക് പണി കൊടുക്കുന്നത്, ഇന്ത്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അമിത്ഷായുടെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടുകൊള്ളൂ. इतनी पुरानी डेमोक्रेटिक लेगेसी में शायद ही कोई प्रधानमंत्री होगा जो पार्टी की बैठक में डायस पर से उठकर फ्रेश होने के लिए भी नहीं जाता होगा. 3 दिन की कार्यकारिणी है तो 3 दिन पूरा वो मंच पर आपको सजग अवस्था में पूरी कार्यवाही. ഇവിടെ ന്യൂസ് 18 ഒരു ലേഖകനുമായി അമിത്ഷാ സംസാരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ യോഗത്തിൽ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് കക്കൂസിൽ പോലും പോകാത്തത്. 3 ദിവസത്തെ യോഗത്തിൽ 3 ദിവസം മുഴുവനും, അതായത് 72 മണിക്കൂറും വേദിയിൽ അദ്ദേഹം പരിപൂർണമായി എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഉണ്ടാവും. ഇത് കേൾക്കുമ്പോഴുള്ള ആ ഗോദി മീഡിയ ലേഖകന്റെ ആ മുഖഭാവവും ആംഗ്യവും കണ്ടോ? പറയുന്നത് അതേപടി ശരിയാണെന്ന് വെച്ചുകൊണ്ട് തലയാട്ടുകയാണ്. പാർട്ടി യോഗം 3 ദിവസം നടക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് 3 ദിവസം തുടർച്ചയായി എഴുന്നേൽക്കാതെ കക്കൂസിൽ പോലും പോകാതെയാണ് മോദി പങ്കെടുക്കുന്നത് എന്ന്. അതായത് രാജ്യത്തിന് വേണ്ടി അപ്പിയിടാൻ പോലും മോദി മെനക്കെടാറില്ല. എൻ്റെ ഒരു സംശയം, മോദിയുടെ യോഗങ്ങളിൽ ആളുകൾ സ്വമനസാലെ വരാത്തതിന് കാരണം ഇതായിരിക്കണം. ഒരിക്കലും അപ്പി പോലും ഇടാതെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളുടെ യോഗത്തിൽ സാധാരണ ആളുകൾ പോകാൻ ഭയപ്പെടും. ഇനി അതിനു പകരം മോദി ഡയപ്പറാണോ ഉപയോഗിക്കുന്നത്? ഡയപ്പർ ആണെങ്കിൽ കൂടിയും അത് ഏതാനും മണിക്കൂറുകൾ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുകയും ചന്തി ക്ലീൻ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം മോദി നോൺ ബയോളജിക്കൽ ആയതുകൊണ്ടാവാം. തീർച്ചയായും. കാരണം നോൺ ബയോളജിക്കൽ ജീവികൾ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. തീർച്ചയായും മോദി നോൺ ബയോളജിക്കൽ തന്നെയാണ്. 24 മണിക്കൂറും പണിയെടുക്കും. ഒരിക്കലും വിശ്രമിക്കാറില്ല, ഒരിക്കലും ഉറങ്ങാറില്ല. 24 മണിക്കൂർ പണിയെടുക്കും എന്ന് പറയുമ്പോൾ ഉറങ്ങാനുള്ള സമയമില്ലല്ലോ. വിശ്രമിക്കുന്ന സമയം പണിയെടുക്കുന്ന സമയമാണ് എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം മോദി പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, പക്ഷേ മലമൂത്ര വിസർജനം നടത്തുകയില്ല, കക്കൂസിൽ പോവുകയില്ല. ഇതിൽ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം, ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇത്തരം ഒരു വലിയ വെളിപ്പെടുത്തൽ ലേഖകന്റെ മുൻപിൽ നടത്തുമ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ അയാൾ അത് ശരിവച്ചു എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയാണ് സാധിക്കുക? ലോകത്തിൽ ഒരു മനുഷ്യനും അത് സാധ്യമല്ല എന്ന് പറയാനുള്ള ഒരു മിനിമം മനുഷ്യത്വം, വ്യക്തിത്വം കാണിക്കാതെ വളരെ ശരിയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ തലയാട്ടുന്നു. അജയ് കാമത്ത് എന്ന ട്വിറ്റർ യൂസർ
ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയത് ഇങ്ങനെയാണ്. ശരിയാണ്, നോൺ ബയോളജിക്കൽസ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. അവർ അത് ഉള്ളിൽ തന്നെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ മനുഷ്യൻ വേസ്റ്റായി മലവും മൂത്രവും വിസർജിക്കുമ്പോൾ മോദിയെ പോലെയുള്ള നോൺ ബയോളജിക്കൽ ക്രിയേച്ചേഴ്സ് അത് സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ കഠിനമായ ഒരു പ്രോസസ്സ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്ടുകാർക്ക് മൊത്തം അപ്പിയിടാൻ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത മോദിയാണ് ഇത്ര വലിയ സാക്രിഫൈസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഓർക്കണം. സ്വയം അപ്പിയിടുകയില്ലെങ്കിൽ പോലും ഇന്ത്യക്കാരെല്ലാം സ്വസ്ഥമായി അപ്പിയിടട്ടെ എന്ന് ആ മഹാമനസ്കൻ വിചാരിക്കുമ്പോൾ എത്ര വലിയ മഹാനാണ് എന്ന് ഓർക്കണം. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്ര കഠിനമായി ജോലി ചെയ്യുന്ന കക്കൂസിൽ പോലും പോകാത്ത നോൺ ബയോളജിക്കൽ മോദിക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാത്തത് ശരിയല്ല. നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞ കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ഈ പുച്ഛം നിർത്തി പൂജാമുറിയിൽ മോദിയുടെ ഒരു ചിത്രം വെച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ച് പൂജ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ എഴുതണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.